ബ്ലാക്ക്ബെറിൻ്റെ മൊബൈൽ ഫോൺ ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പെട്ട ഒരു ഹീറോ ആയിരുന്നു. മൊബൈൽ ഫോണിന്റെ ഹീറോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ബ്ലാക്ക്ബെറി. ഈ ഒരു ബ്ലാക്ക്ബെറിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതായത് നമ്മളെ ബോഡി ഗാർഡ് മൂവിയിൽ ലൈക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഫോൺ, അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഹിറ്റ് ആയിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ആ ഒരു ഫോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കീബോർഡിൽ ടച്ച് കൊണ്ടുവരുന്ന പരിപാടി, ജോയ്സ്റ്റിക്കിന്റെ പരിപാടി. നമ്മൾ പിന്നെ ജോയ്സ്റ്റിക്കൊക്കെ ഭയങ്കര ഇതായിട്ട് മാറി. ആ കമ്പനിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ടൈം വരെ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈമിൽ അത് ഡൗൺഫോൾ ആയി പോയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ റീസൺ ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ അപ്ഡേഷനിലേക്ക് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല അല്ലേ? തീർച്ചയായിട്ടും. ലൈക്ക് അപ്ഡേഷൻ ഫോളോ അപ്പ് ചെയ്യാത്തതിൻ്റെ പേരിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ ഡൗൺഫോൾ ഫേസ് ചെയ്ത ഒരു കമ്പനിയാണ് ബ്ലാക്ക്ബെറി. അതുപോലെ തന്നെ നോക്കിയ. ലൈക്ക് നോക്കിയൻ്റെ പണ്ടത്തെ ഫോണൊക്കെ ഇപ്പോഴും നമ്മളെ ഫാൻസ് ലൈക്ക് ഹാമറിന് പകരം നോക്കിയൻ്റെ ഫോണൊക്കെ യൂസ് ചെയ്തുള്ള ട്രോളും മീമൊക്കെ നമുക്ക് കാണാം. മാർക്കറ്റിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആവും, അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡിന് പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്രത്തോളം വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ളൊരു വലിയ എക്സാമ്പിൾസ് ആണ് ശരിക്കും ആ രണ്ട് ബ്രാൻഡും.